അസ്സലാമലൈക്കും. ഈ ചപ്പാത്തിക്കും നൈസ് പത്തിരിയൊക്കെ നല്ല കോംബോ ആണ് ഈ പനീർ കുറുമ. അപ്പോൾ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ എന്നവാ. പനീർ ചെറിയ പീസായി ഞാനിവിടെ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പനീർ അങ്ങ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. സമയത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളകിൻ്റെ പൊടി ഇവയെല്ലാം കൂടി നന്നായി നമുക്ക് പച്ചമണം മാറുന്നതിന് ശേഷം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കണം. ഇതിലേക്ക് രണ്ടാം പാലും ചേർത്ത് കൊടുത്തിട്ട് കുറുക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് പനീറിൻ്റെ പീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി അങ്ങ് കുറുകിയതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കരിവേപ്പിൻ്റെ ഇല, മല്ലിയില, കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പനീർ കുറുമ ഇവിടെ